ഹായ് ഫ്രണ്ട്സ്, നാളെ +1 എക്കണോമിക്സ് എക്സാമാണ്. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പേപ്പറാണ് എക്കണോമിക്സ്. അപ്പോൾ എക്കണോമിക്സിന് മിനിമം ഡബിൾ പാസ് വാങ്ങി വെക്കുക എന്നത് എല്ലാവരുടെയും ലക്ഷ്യമായിരിക്കണം. അതിനുവേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ മോഡൽ എക്സാമിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നമ്മൾ പഠിക്കുക എന്നത്. അപ്പോൾ മോഡൽ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അതേപോലെ വരുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അതുമായി ബന്ധപ്പെട്ട അതുപോലുള്ള ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ മോഡലിന് വന്നിരിക്കുന്ന പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ് ഞാനിവിടെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ളതുമൊക്കെ ഞാൻ ഓർമ്മിപ്പിക്കും. നിങ്ങൾ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കുക, എന്നിട്ട് ഈ വീഡിയോ കേൾക്കുക. അതാണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെക്കുക. ആൻസർക്ക് കയ്യിലുള്ളവരാണെങ്കിൽ അതും നോക്കുക. അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കോ നോട്ട് ബുക്കോ എന്താണ് കയ്യിലുള്ള, അല്ല നിങ്ങളുടെ ഷോർട്ട് സമ്മറി പ്രിൻ്റ് ഔട്ട് PDF കയ്യിലുണ്ട്, എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എടുത്ത് വെച്ചിട്ട് അവിടെ ടിക്ക് ചെയ്തിട്ട് പോകുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. സ്പീഡിൽ പറയാം, അല്ലെങ്കിൽ വീഡിയോസ് നീണ്ടുപോകും. ആദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ ധവള വിപ്ലവം ബന്ധപ്പെട്ടിരിക്കുന്ന ഏതുമായിട്ടാണ്? അത് ഓപ്പറേഷൻ ഫ്ലഡ്, പാലുൽപാദനം നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ വരണമെന്നില്ല, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വരാം. ഇവിടെ മറ്റ് ഓപ്ഷൻസ് എന്താ? ഗോതമ്പ് ഉൽപാദനം, പച്ചക്കറി, മത്സ്യ ഉൽപാദനം. അപ്പോൾ ബ്ലൂ റവല്യൂഷൻ, യെല്ലോ റവല്യൂഷൻ, വൈറ്റ് റവല്യൂഷൻ, സിൽവർ റവല്യൂഷൻ, അതുപോലെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടല്ലേ. ബ്ലാക്ക് റവല്യൂഷൻ. അപ്പോൾ ഈ റവല്യൂഷനെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഇക്കോണമിയിലെ ഏരിയ നിങ്ങൾ നോക്കുക. ഇതിലൊരു റവല്യൂഷൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രാഥമിക തത്വത്തിന് ഉദാഹരണം? പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റയുടെ എക്സാമ്പിൾസ് എല്ലാം പഠിച്ചു വെക്കുക. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഉദാഹരണം സെൻസസ് റിപ്പോർട്ടാണ്. ജേർണലുണ്ട്, പത്രമുണ്ട്, ബുക്കുണ്ട്. അതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ സെക്കൻഡറി ഡാറ്റയാണ്. സെൻസസ് മെത്തേഡിലൂടെ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ് പ്രൈമറി ഡാറ്റ. ഓക്കെ, അപ്പോൾ പ്രൈമറി സെക്കൻഡറി ഡാറ്റയുടെ ഉദാഹരണം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതൊരു ക്വസ്റ്റ്യനായി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ കോറിലേഷനിൽ പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ കോറിലേഷൻ, അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, പോസിറ്റീവ് കോറിലേഷൻ, 5 ടൈപ്പുള്ള കോറിലേഷൻ ഇല്ലേ, അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് ഒരുപക്ഷെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആവാം, അല്ലെങ്കിൽ 3 മാർക്കിന്. ഇവിടെ ഒരു ഒബ്ജക്റ്റീവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട പെർഫെക്റ്റ് പോസിറ്റീവ്, പെർഫെക്റ്റ് നെഗറ്റീവ്, പോസിറ്റീവ് നെഗറ്റീവ്, സീറോ കോറിലേഷൻ, അല്ലെങ്കിൽ നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കോറിലേഷൻ നിങ്ങൾ പഠിച്ചു വെച്ച ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഒരു നെഗറ്റീവ് സഹബന്ധത്തിന് ഉദാഹരണമാണ്. അപ്പോൾ ഇവിടെ C ആണ് ഓപ്ഷൻ. X കൂടുമ്പോൾ Y കുറയുന്നു. ഒന്ന് മുന്നോട്ട് പോകും, മറ്റേത് ബാക്കോട്ട് പോകുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് നെഗറ്റീവ് കോറിലേഷൻ. പിന്നെ 4മത്തെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന, ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്ന, അതിൽ ഇവിടെ തന്നിരിക്കുന്ന D ആണ്. ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് അതിനുള്ള എക്സാമ്പിൾ, അതിനുള്ള കാരണം, അതിനുള്ള ആൻസർ. ഇവിടെ 10 ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ട്, 8 വേണ്ടു. പക്ഷേ നിങ്ങൾ ഫൈനൽ എക്സാമിന് 10 എഴുതണം. കാരണം ഏതെങ്കിലും 2 തെറ്റിപ്പോയാലും നമ്മുടെ മാർക്ക് പോകത്തില്ലല്ലോ. ഓക്കെ, അടുത്ത 5മത്തെ ക്വസ്റ്റ്യൻ, കേരള സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന വിഭാഗം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഇന്ത്യൻ ഇക്കോണമി 4ാമത്തെ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. അത് ചിലപ്പോൾ SC ആയിരിക്കാം, 5 മാർക്കായിരിക്കാം, ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിരിക്കാം. ദാരിദ്ര്യത്തിൻ്റെ കാരണങ്ങളൊക്കെ ചോദിക്കാം. ഇവിടെ ഒബ്ജക്റ്റീവ് ഇപ്പോൾ ഒന്ന് ചോദിച്ചിരിക്കുകയാണ്, കേരള സർക്കാരിൻ്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ പെടുന്നത് ഏതാണ് എന്ന്. കുടുംബശ്രീ മിഷനാണ്. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ നമ്പർ B ആണ്. അപ്പോൾ ഇതേപോലെയുള്ള ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് വേജ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം, ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം, ഇതൊക്കെ നിങ്ങൾ ഓരോന്ന് പഠിച്ചു വെക്കുക. അത് ഒബ്ജക്റ്റീവായിട്ടും 2 മാർക്സ്, 3 മാർക്സ്, 5 മാർക്സ് essay ആയിട്ടും ചോദിച്ചേക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുലകത്തിൻ്റെ മൂല്യം നൽകുന്ന ഡയഗ്രാം, അതായത് മോഡ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഡയഗ്രാം ഏതാണ്? മോഡ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഹിസ്റ്റോഗ്രാമാണ് അല്ലേ. ഹിസ്റ്റോഗ്രാം ഒജീവ് ഉപയോഗിച്ച് നമുക്ക് മീഡിയനാണ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ഒജീവ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, ബാർ ഡയഗ്രത്തിന് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല, പൈ ഡയഗ്രാം, അത് 4 ഓപ്ഷനാണ് ഉള്ളത്. ഇതിൽ മോഡ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഹിസ്റ്റോഗ്രാം, മോഡാണ് ബഹുലകം. അതേപോലെ തന്നെ മീഡിയം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒജീവാണ്. അപ്പോൾ ചിലപ്പോൾ അടുത്ത എക്സാമിന് അതായിരിക്കാം. മീഡിയം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഡയഗ്രാം ഏതാണ്? അപ്പോൾ ഒജീവായിരിക്കാം. ഇവിടുത്തെ ആൻസർ ഇപ്പോൾ മോഡ് ചോദിച്ചുകൊണ്ട് ഹിസ്റ്റോഗ്രാം ആണ്. കാർവേ കമ്മിറ്റി എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ് ചെറുകിട വ്യവസായം. അപ്പോൾ ചെറുകിട വ്യവസായം നിങ്ങൾ പഠിച്ചിരിക്കണം. ചെറുകിട വ്യവസായത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പഠിച്ചിരിക്കണം. ഏതാണ് ചെറുകിട വ്യവസായം, എത്ര വരെ മുതൽക്ക് വരുന്ന വ്യവസായമാണ് ചെറുകിട വ്യവസായം, അതൊക്കെ പഠിച്ചു വെച്ചേക്കുക. ഇവിടെ കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായം എന്നുള്ള ഒബ്ജക്റ്റീവാണ് ചോദിച്ചത്. പിന്നെ 8മത്തെ, ഉപഭോക്തൃ വില സൂചിക എപ്പോഴും ചോദിക്കുന്നതാണ്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, അതിനുള്ള ഇവിടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൻ്റെ മറ്റൊരു പേര് ജീവിത ചെലവ് സൂചിക, അതായത് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്. ചിലപ്പോൾ ഇനി അടുത്തൊരു ഓപ്ഷൻ വരുന്നത് റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്നായിരിക്കാം. അതും ഇതിൻ്റെ ആൻസറാണ്. കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്, റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ്, പിന്നെ അതുപോലെ തന്നെ പ്രൈസ് ഓഫ് ലിവിങ് ഇൻഡെക്സ്. ഇതെന്ത് ചോദിച്ചാലും ഇതെല്ലാം ഉപഭോക്തൃ വില സൂചികയ്ക്ക് പറയുന്ന പേരാണ്. റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് ആവാം, കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ആവാം, ജീവിത ചെലവ് സൂചകാങ്കാവാം, അല്ലെങ്കിൽ
പ്രൈസ് ഓഫ് ലിവിങ് ഇൻഡെക്സ് ആണ്, ജീവിക്കാൻ വേണ്ടുന്ന വിലയുടെ മൂല്യം. അങ്ങനെ പല വിധത്തിലും ചോദിച്ചേക്കാം. അതിൻ്റെ എല്ലാം, അതായത് ഉപഭോക്തൃ വില സൂചിക, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന് പല പേരുകളുണ്ട്. കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ്, റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ്, പ്രൈസ് ഓഫ് ലിവിങ് ഇൻഡെക്സ്, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉപഭോക്തൃ വില സൂചികയാണ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ, അതായത് ഓപ്ഷൻ നമ്പർ ബി. ഇനി 9ാമത്തെ, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി ഭാഗികമായി സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നത് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുക. ചിലപ്പോൾ ഇതുപോലെ പ്രൈവറ്റൈസേഷനുമായി ബന്ധപ്പെട്ടും ചോദിച്ചാൽ പ്രൈവറ്റൈസേഷനിൽ വരുന്ന ഒന്നാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, മാറ്റി നിക്ഷേപിക്കുക, മൂലധന നിക്ഷേപം സ്വകാര്യവൽക്കരിക്കുക, സ്വകാര്യവൽക്കരണം, പ്രൈവറ്റൈസേഷൻ, ആ രീതിയിലും വന്നേക്കാം. അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ ഇക്കോണമി 3ാമത്തെ ചാപ്റ്റർ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷനിൽ പ്രൈവറ്റൈസേഷൻ നന്നായി നോക്കിക്കോളൂ, ലിബറലൈസേഷൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് നോക്കിക്കോളൂ, അതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ താഴെ കൊടുത്തിരിക്കുന്നത് രാജ്യത്തിൻ്റെ തൊഴിൽ സാഹചര്യം വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? അതായത് തൊഴിൽ സാഹചര്യം, അതായത് നമ്മുടെ എംപ്ലോയ്മെൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കളക്ട്, എത്രമാത്രം പേര് ജോലി ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിനെ ഉപയോഗിക്കുന്നത് നമ്മുടെ ബി ആണ്, തൊഴിലാളി ജനസംഖ്യ അനുപാതം, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. എങ്ങനെയത് കണ്ടുപിടിക്കുക? ഒരു ഇക്വേഷൻ ഇല്ലേ, എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട് ഡിവൈഡഡ് ബൈ എത്ര ജനങ്ങളുണ്ട്, അതായത് മൊത്തം ജനങ്ങളിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട് ഇൻറ്റു 100% ആണ്. അപ്പോൾ നമ്പർ ഓഫ് വർക്കേഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100 ആണ്. ആ ഇക്വേഷൻ പഠിച്ച് വെക്കുക. ഇവിടെ ഒബ്ജക്റ്റീവ് ചോദിച്ചത് ആൻസർ ബി ആണ്, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ. ഓക്കെ, ഇനി നമ്മൾ 2 മാർക്സ് ക്വസ്റ്റ്യൻ പോവുകയാണെങ്കിൽ 5 ഉണ്ട്, 4 എഴുതിയിരിക്കണേ. സമയമുണ്ടെങ്കിൽ 5 എഴുതാം, പക്ഷേ 5 ആദ്യം എഴുതി വെക്കരുത്. മൊത്തം ആൻസർ കമ്പൽസറി ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വേണമെങ്കിൽ തിരിച്ചു വരാവുന്നതാണ്. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഖികത്തിൻ്റെ പ്രാധാന്യം ചുരുക്കി എഴുതുക, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇമ്പോർട്ടൻസ്. പല വിധത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഖികത്തിൻ്റെ പ്രാധാന്യം ചുരുക്കി എഴുതുക, എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ചിലപ്പോൾ പറയും നിങ്ങൾ എന്തിനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ എഴുതുക? അത് നമ്മുടെ ഫസ്റ്റ് ഇയർ എക്കണോമിക്സിൽ വന്നതുകൊണ്ട് പഠിക്കുന്നു എന്നല്ല അതിൻ്റെ ആൻസർ. അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമീൻ്റെ വേറെ ഒരു ബുക്ക് ഉള്ളത് കൊണ്ടോ അല്ല അതിൻ്റെ ബാക്കിലുള്ളത് കൊണ്ടോ പഠിക്കുന്നു എന്നല്ല ആൻസർ. സാംഖികം പഠിക്കുന്ന, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നത് അതിൻ്റെ അത്രയും ഗുണങ്ങൾ അതിനുള്ളത് കൊണ്ടാണ്. അപ്പോൾ മെറിറ്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്തിന് നിങ്ങൾ എന്ത് ചോദിച്ചാലും ആൻസർ സാമ്പത്തിക ശാസ്ത്രത്തിൽ സാംഖികത്വത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ എഴുതി വെക്കുക. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഫസ്റ്റ് ചാപ്റ്ററിലുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രാധാന്യം? സ്റ്റഡീസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇക്കണോമിക് വേരിയബിൾസ്, കമ്പാരിസൺ ഓഫ് ഡാറ്റ, ഫോർമുലേഷൻ ഓഫ് പ്ലാൻസ് ആൻഡ് പോളിസീസ്, മേക്കിംഗ് ഗവൺമെൻറ് പോളിസീസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. രണ്ട് രാജ്യങ്ങളുടെ വികസനത്തെ തമ്മിൽ കമ്പയർ ചെയ്യാൻ സഹായിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ തന്നെ 2 വ്യത്യസ്ത വർഷങ്ങളിലുള്ള വളർച്ച അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഗ്രോത്ത് മെഷർ ചെയ്യാനും കമ്പയർ ചെയ്യാനും സാധിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്മെൻറ്റൽ പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, ഇക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു, പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ സഹായിക്കും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിലെന്തെങ്കിലും ഒരു 5-6 എഴുതി വെക്കുക, അല്ലെങ്കിൽ 4 എഴുതി വെക്കുക. അടുത്തത് WTO കുറിച്ചൊരു ലഘു വിവരണം. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇന്ത്യൻ ഇക്കോണമി 3ാമത്തെ ചാപ്റ്ററിൽ നമ്മുടെ ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? 1995 സ്റ്റാർട്ട് ചെയ്തത്. ഇത് ആദ്യം ഗാട്ടായിരുന്നു, ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡാണ്. പിന്നീട് WTO ആയിട്ട് 1995 മാറിയത്. പിന്നെ രാജ്യാന്തരങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിലെ നിയന്ത്രണങ്ങൾ എടുത്തു മാറ്റുക എന്നതിന് പ്രധാന ലക്ഷ്യമാണ്. ഇന്ത്യ ഇതിലൊരു മെമ്പർ കൺട്രിയാണ്. റിമൂവൽ ഓഫ് ബാരിയേഴ്സ് ഓൺ ട്രേഡ്, അതായത് ഇൻ്റർനാഷണൽ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുക എന്നാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ഇങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് എഴുതി WTOയുടെ ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക. താഴെ ചാർട്ട് പൂർത്തീകരിക്കാനാണ് കൊടുത്തിരിക്കുന്നത്. ദത്തങ്ങളെക്കുറിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഡാറ്റയെ നമുക്ക് 3 തരംതിരിക്കാം. എങ്ങനെയൊക്കെ തരംതിരിക്കാവുന്നതാണ്? അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തരംതിരിക്കാമല്ലോ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താ? പരിമാണാത്മക ദത്തങ്ങളെന്ന് നമുക്ക് കൊടുത്തിട്ടുണ്ട്, ക്വാളിറ്റേറ്റീവ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇവിടെ ക്ലാസിഫൈ ചെയ്യാൻ ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, അതുപോലെ തന്നെ ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ 3 ഒന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2 നിങ്ങൾ എഴുതിയാൽ മതി. പരിമാണാത്മക ദത്തങ്ങൾ എന്നിവിടെ, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ക്വാളിറ്റേറ്റീവ് എഴുതുക. പിന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാം? ക്രൊണോളജിക്കൽ എഴുതാം. പിന്നെ അതുപോലെ ക്രൊണോളജിക്കൽ, സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ, പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, ക്രൊണോളജിക്കൽ, ജിയോഗ്രാഫിക്കൽ, ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? ഭൂമിശാസ്ത്രപരമായി
അതുപോലെ പിന്നെ ക്രൊണോളജിക്കൽ ഇയർ വൈസ് ടൈം ലൈൻ എന്ന രീതിയിലൊക്കെ പഠിച്ചിട്ടില്ലേ, അങ്ങനെയുള്ള ഏതെങ്കിലും 2 എണ്ണം ഇവിടെ എഴുതി വെക്കുക, ഒന്ന് തന്നിട്ടുണ്ട്. പിന്നെ ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് ഓഫ് എൻ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ 9ാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താ സസ്റ്റെയിൻ ലൈഫ്, അസിമുലേറ്റ് വേസ്റ്റ്, എസ്തെറ്റിക് സർവീസസ് പ്രദാനം ചെയ്യുന്നു അല്ലേ, ജീവനെ നിലനിർത്തുന്നു, സുന്ദരാനുഭൂതി നൽകുന്നു, വിഭവങ്ങൾ പ്രദാനം ചെയ്യുന്നു, പിന്നെ വേസ്റ്റിനെ ആഗിരണം ചെയ്യുന്നു. ഇതെല്ലാം അതിൻ്റെ ഗുണങ്ങളാണ് 9ാമത്തെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗം. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ തന്ത്രങ്ങളും എക്സാമിന് ചോദിക്കാം കേട്ടോ. അടുത്തത് കംപ്ലീറ്റ് ദ ചാർട്ട്, ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നത് ഒരു പ്രോജക്റ്റിൻ്റെ സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സ്റ്റെപ്സ് എല്ലാം പഠിച്ചു വെക്കുക. ഇവിടെ സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് ഫ്ലോ ചാർട്ടായിട്ടാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ തന്നിരിക്കുന്നത് അല്ലേ. മറ്റിങ്ങനൊന്നും തരാറില്ല, ചിലപ്പോൾ സ്റ്റെപ്പ് എഴുതാൻ പറയും, അല്ലെങ്കിൽ ഡിസോർഡറിൽ തന്നിട്ട് ഓർഡർ ചെയ്യാനൊക്കെയാണ് പറയാറ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സ്റ്റെപ്പ്? സെലക്ഷൻ ഓഫ് എ ടാർഗറ്റ് ഗ്രൂപ്പ്, കളക്ഷൻ ഓഫ് ഡാറ്റ, ഓർഗനൈസേഷൻ, പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ, അനാലിസിസ് ഓഫ് ഡാറ്റ, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ അല്ലേ. പിന്നെ നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റേഷൻസ് ചെയ്താൽ ഇതെല്ലാം ഇതിൻ്റെ സ്റ്റെപ്സാണ്. ഇവിടെ എല്ലാം എഴുതേണ്ട, കുറച്ച് കോളേ ബാക്കിയുള്ളൂ, അത്രയും നിങ്ങൾ എഴുതി വെച്ചാൽ മതി. ഓക്കെ, സ്റ്റെപ്സ് ഓഫ് എ പ്രോജക്റ്റ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ താഴെ തന്നിരിക്കുന്നതിൽ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്, 5 എണ്ണം ഉണ്ട്, 4 എണ്ണം എഴുതണം. അപ്പോൾ അതിൽ ഹരിത വിപ്ലവത്തിൻ്റെ മേന്മകൾ, മെറിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ 16ാമത്തെ ക്വസ്റ്റ്യനാണ്. മെറിറ്റ്സ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ, മെറിറ്റ്സും ഡീമെറിറ്റ്സും നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അതായത് 5 ഇയർ പ്ലാൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിൽ വന്നൊരു പ്രധാന കാര്യമാണ് ഗ്രീൻ റവല്യൂഷൻ. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ആയി അല്ലേ, ഉൽപ്പാദനക്ഷമത വർദ്ധിച്ചു, സ്വയം പര്യാപ്തത കൈവരിച്ചു, ആധുനികവൽക്കരണം നമ്മൾ കൊണ്ടുവന്നു, നമ്മുടെ ഭക്ഷ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി, ഭക്ഷ്യക്ഷാമം ഇല്ലാതാക്കി. ഇതൊക്കെ അതിൻ്റെ മേന്മയായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഒത്തിരി പേർക്ക് തൊഴിൽ കിട്ടി, രാജ്യത്തിൻ്റെ പോവർട്ടി ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമായി അല്ലേ. പിന്നെയോ 17ാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് പൈലറ്റ് സർവേ, പരീക്ഷണ സർവേ എന്താണ്? പരീക്ഷണ സർവേയുടെ 2 മേന്മകൾ എന്തൊക്കെയാണ്? പൈലറ്റ് സർവേ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റ്യനെയറീസ് അല്ലെങ്കിൽ ട്രൈ ഔട്ട് ഓഫ് ക്വസ്റ്റ്യനെയർ, അതാണ് പൈലറ്റ് സർവേ അല്ലേ. എന്തിനാ? അസസ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻ, എത്രമാത്രം ക്വസ്റ്റ്യൻ നമുക്ക് യോജിക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിൻ്റെ ക്വാളിറ്റി, അതുപോലെ കൃത്യസമയത്തിനുള്ളിൽ ഇത് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആക്ച്വൽ അതിൻ്റെ ചിലവ് എത്ര വരുന്നുണ്ട് ഈ ഒരു സർവേ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതായത് എന്തൊക്കെയാണ് അതിൻ്റെ മേന്മകൾ? അസസ് ദ സ്യൂട്ടബിലിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസ്, ടൈം ഫോർ ആക്ച്വൽ സർവേ, ആക്ച്വൽ മണി ആൻഡ് കോസ്റ്റ്, ആൻഡ് ദെൻ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പോരായ്മകളും ഇതിൻ്റെ അക്സെപ്റ്റബിലിറ്റി എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഓക്കെ, ഇതൊരു ഷുവർ ക്വസ്റ്റ്യനാണ് പൈലറ്റ് സർവേ. പിന്നെ ബാർ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. ഇവിടെ എന്തൊക്കെയാണ്? മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ്, വാക്കിംഗ്, സൈക്ലിംഗ്, കാറ്, ബസ്, ട്രെയിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസിൽ നിശ്ചിത ഗ്യാപ്പ് വിട്ടിട്ട് ഈ 5 ബാർ സിമ്പിൾ ബാർ വരയ്ക്കുക. അതിൻ്റെ ഹൈറ്റ് വാക്കിങ്ങിൻ്റെ ഹൈറ്റ് 30 ആയിരിക്കണം, വൈ ആക്സിസിൽ 30 വരുന്നവരെ ആയിരിക്കണം, സൈക്ലിംഗ് 15, കാറ് 40, 40, ബസ് 18 ആൻഡ് തീവണ്ടി 5, ട്രെയിൻ യാത്രക്കാർ 5 ആണ്. അപ്പോൾ വൈ ആക്സിസിൽ ഇത്രയും മെഷർമെൻറ്റ് വരുന്നത് അത്രയും ഹൈറ്റിൽ, ഇവിടെ ഹൈറ്റ് മാത്രമാണ് പ്രധാനം, ബാറിൻ്റെ വലിപ്പം വണ്ണത്തിൽ പ്രാധാന്യമില്ല, നീളത്തിൽ മാത്രമാണ് പ്രാധാന്യം. വൈ ആക്സിസിൽ ഈ മെഷർമെൻറ്റ് കൊടുക്കുക, അത്രയും ഹൈറ്റിനനുസരിച്ച് മാർക്ക് ചെയ്യാം. പിന്നെ അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. അതായത് ദ ഫോളോയിങ് ടേബിൾ ഷോ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ഇൻ ഇന്ത്യ ഫോർ ദ ഇയർ 2017-18. അതായത് 2017-18 വർഷത്തിൽ ഇന്ത്യയിലെ തൊഴിലാളി ജനസംഖ്യ അനുപാതമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മളോട് വിശകലനം ചെയ്യാനാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ ജസ്റ്റ് എല്ലാവർക്കും മാർക്ക് സ്കോർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്താ താഴെ എഴുതേണ്ടത്? അതായത് താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ വ്യക്തമാക്കുന്നത് തൊഴിലാളി ജനസംഖ്യ അനുപാതമാണ്. ഇതിൽ പുരുഷന്മാരും സ്ത്രീകളുടെയും കണക്ക് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ആകെ കണക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൊഴിലാളി ജനസംഖ്യ അനുപാതത്തിൽ പുരുഷന്മാരുടെ ആകെ 52.1 സ്ത്രീകളുടേത് 16.5. അതിൽ തന്നെ പുരുഷന്മാർ ഗ്രാമത്തിൽ 51.7 നഗരത്തിൽ 53.0 53. അതായത് പുരുഷന്മാരാണ് നഗരത്തിൽ മൊത്തത്തിൽ പുരുഷന്മാരാണ് കൂടുതൽ സ്ത്രീകളെക്കാൾ. അതുപോലെ ഗ്രാമത്തിൽ നോക്കുകയാണെങ്കിലും സ്ത്രീകൾ 17.5 ഉള്ളൂ, ഗ്രാമങ്ങളിലും പുരുഷന്മാരാണ് കൂടുതൽ, നഗരങ്ങളിലും പുരുഷന്മാരാണ്, നഗരങ്ങളിൽ സ്ത്രീകൾ 14.2 ഉള്ളൂ. അപ്പോൾ അതായത് ഈ ടേബിളിൽ എന്താണ് കാണുന്നത് അത് നിങ്ങൾ സെൻറ്റൻസായി എഴുതി വെക്കുക. അതാണ് ഈ അനാലിസിസ്. എങ്ങനെ എഴുതിയാലും മാർക്കാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി വെച്ചോളുക. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇതാരും വിട്ടുകളയരുത്. 19 പോലുള്ള ക്വസ്റ്റ്യൻ തരുന്നത് നിങ്ങളെ പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ടേബിളിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എന്താ തോന്നുന്നത്?
തോന്നുന്നത് അത് കൃത്യമായി റോ കോളം വൈസ് സെൻറ്റൻസായി എഴുതി വെക്കുക, ഇതൊരു ഇംഗ്ലീഷ് or മലയാളം. പിന്നെ അടുത്തത് കേവല സഞ്ചിത വില സൂചിക, അതായത് സിമ്പിൾ ആഗ്രിഗേറ്റീവ് പ്രൈസ് ഇൻഡെക്സ് കാണുക. വളരെ സിമ്പിളാണ്. എക്സാമ്പിൾ ഇക്വേഷൻ എന്താ, ഇൻഡെക്സ് നമ്പറിലൊരു ക്വസ്റ്റ്യൻ ആണ് സ്ഥിരം ചോദിക്കുന്നത്. ഇക്വേഷൻ സിഗ്മ P1 ബൈ സിഗ്മ P0 ഇൻറ്റു 100 അല്ലേ. അതായത് അടിസ്ഥാന വില വർഷവും നടപ്പ് വില വർഷവും കറണ്ട് ഇയർ പ്രൈസും ബേസ് ഇയർ പ്രൈസും. P1 ആണ് കറണ്ട് ഇയർ പ്രൈസ്. കറണ്ട് ഇയർ പ്രൈസ് മൊത്തം കൂട്ടുക, ബേസ് ഇയർ പ്രൈസ് P0 അടിസ്ഥാന വർഷ വില അത് മൊത്തം കൂട്ടുക. എന്നിട്ട് നടപ്പ് വർഷ വില കറണ്ട് ഇയർ പ്രൈസിന് ബേസ് ഇയർ പ്രൈസ് കൊണ്ട് ഹരിച്ചിട്ട് 100 കൊണ്ട് ഗുണിക്കുക. അത്രയും നമുക്ക് ചെയ്യാണ്ട്. വളരെ സിമ്പിളാണ്. ചെയ്യുമ്പോൾ നമുക്ക് 153.68 എന്നുള്ള ആൻസർ കിട്ടും. അതിൽ 100-ൽ നിന്നും 53.68% വർധനവാണ് നടപ്പ് വർഷം വിലയിൽ വന്നിരിക്കുന്നത്. വിലയിൽ വന്ന വർധനവ് ജീവിത ചെലവിൽ വന്നിരിക്കുന്ന മാറ്റമാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, 100 ബേസ്, അതുകൊണ്ട് 153 കിട്ടിയാൽ അതിൻ്റെ ആൻസർ, അതിൻ്റെ അർത്ഥം 53.68 അധികമാണ്. അങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, ഇനി 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്നവ ചുരുക്കി എഴുതുക. മഹത്തായ കുതിച്ചുചാട്ടം, ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്, ഇത് ചൈനയുടെ സാമ്പത്തിക വളരെ ഡെവലപ്മെൻറ്റൽ സ്ട്രാറ്റജി, ചൈനയുടെ വികസന തന്ത്രങ്ങളിൽ വരുന്നതാണ്. തൊഴിലാളി സാംസ്കാരിക വിപ്ലവം, ഗ്രേറ്റ് പ്രൊളിറ്റേറിയൻ കൾച്ചറൽ റവല്യൂഷൻ. അപ്പോൾ ഡെവലപ്മെൻറ്റൽ സ്ട്രാറ്റജീസ് ഓഫ് ചൈന എന്നുള്ള കാര്യം പഠിക്കുക. അതിലെ കാര്യങ്ങളാണ് ഇത്. അത് വിശകലനമായി കൃത്യമായി A-B എന്നിട്ടിട്ട് അവിടെ എഴുതി വെക്കുക. പിന്നെ മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കോറിലേഷനുമായി ബന്ധപ്പെട്ട കോറിലേഷൻ, ചിലപ്പോൾ ഗ്രാഫ് വരക്കാൻ ചോദിക്കും. ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ്. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനാണ്. കോറിലേഷൻ ഇല്ല, സഹബന്ധം 0 ആണ്. R=0. പൂർണ്ണ പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ R=1 ആണ്. കാൾ പിയേഴ്സൺസ്, പിന്നെ ബാക്കി ഒന്നല്ലേ നമുക്കുള്ളൂ അല്ലേ, സഹബന്ധ ഗുണാങ്കം. ആ ഒന്നും കൂടി മാച്ച് ചെയ്തിട്ട് നമ്മൾ എഴുതുക. അപ്പോൾ വളരെ സിമ്പിളാണിത്, കോറിലേഷൻ പഠിക്കുക. പിന്നെ 23ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ഈ കോറിലേഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒന്നിക്കൽ ഗ്രാഫ് വരക്കാനായിരിക്കാം. ഇവിടെ മാച്ച് ദ ഫോളോയിങ് ചോദിച്ചു എന്നേ ഉള്ളൂ. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ 1 ആണ്. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ -1 ആണ്. പെർഫെക്റ്റ് പോസിറ്റീവ് +1, പെർഫെക്റ്റ് നെഗറ്റീവ് -1. കോറിലേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ 0. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ 0-നും +1-നും ഇടയിൽ, നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ 0-നും -1-നും ഇടയിൽ. ആ രീതിയിൽ മനസ്സിലാക്കി വെക്കുക, ഗ്രാഫ് നോക്കി വെക്കുക. ഇത് ഇവിടെ മാച്ച് ദ ഫോളോയിങ് ചോദിച്ചത്. പിന്നെ 23ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന മാനുഷിക മൂലധനത്തിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. അതായത് ഡിസ്കസ് ദ ഫോളോയിങ് ആസ് എ സോഴ്സ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഇവിടെ ഇന്ത്യൻ എക്കോണമി 5ാമത്തെ ചാപ്റ്റർ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ 5 പോയിൻ്റ് 5 പഠിച്ചേക്കാം. ഇവിടെ 2 ചോദിച്ചിട്ടുള്ളൂ, 5 നിങ്ങൾ പഠിക്കുക. എന്തൊക്കെയാണ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ എന്ന് വരുന്നില്ലേ, 5 പോയിൻ്റ് എക്സ്പ്ലനേഷൻ അടക്കം പഠിച്ചേക്കുക. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ആ ചാപ്റ്ററിലേത്, 100% ഷുവർ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ എക്കോണമി 5ാമത്തെ ചാപ്റ്റർ സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, മനുഷ്യ വികസന സൂചികയുടെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്? 5 പോയിൻറ്റും പഠിച്ചു വെക്കുക കേട്ടോ. കൊളോണിയൽ കാലഘട്ടത്തിലെ ഇന്ത്യയുടെ ജനസംഖ്യാ ഘടനയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? ഹൈലൈറ്റ് ദ സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യസ് ഡെമോഗ്രാഫിക് പ്രൊഫൈൽ ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ 24ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൊളോണിയൽ കാലഘട്ടത്തിൽ ഇത് എല്ലാ വർഷവും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട്. അതായത് എന്തൊക്കെയാണ്? ഹൈ ബർത്ത് റേറ്റ് ആയിരുന്നു, ലോ ഡെത്ത് റേറ്റ് ആണ്, ലോ ലൈഫ് എക്സ്പെക്റ്റൻസി, ജനനനിരക്ക് കൂടുതൽ, മരണനിരക്ക് കുറവ്, ആയുർദൈർഘ്യം കുറവാണ്, അക്ഷരാഭ്യാസ നിരക്ക് കുറവാണ്, ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇന്ത്യൻ ഇക്കോണമി ഫസ്റ്റ് ചാപ്റ്റർ. അത് പഠിച്ചു വെച്ചേക്കുക. പിന്നെ 25ാമത്തെ ക്വസ്റ്റ്യൻ, സെൻസസ് സർവേയും സാമ്പിൾ സർവേയും വേർതിരിച്ചെഴുതുക. അതായത് പിന്നെ ദേശീയ തലത്തിൽ സ്ഥിതി വിവര കണക്കുകൾ ശേഖരിക്കുന്ന ഏതെങ്കിലും 2 ഏജൻസികളുടെ പേര്. അതായത് നാഷണൽ ഡാറ്റാ കളക്ഷൻ ഏജൻസി, NSSO, CSO, RGI, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ, പിന്നെ ഈ NSSO നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, പിന്നെ DGCA ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിലെ 2ാമത്തെ ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ട്, സോഴ്സസ് ഓഫ് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ ഉപയോഗിക്കുന്ന സോഴ്സസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ദേശീയ തലത്തിൽ സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുന്ന ഏതെങ്കിലും 2 ഇവരാണ് കണക്ക് ശേഖരിക്കുന്നത്. നമ്മൾ അവരുടെ ഡാറ്റ ഉപയോഗിക്കുമ്പോൾ സെക്കൻഡറി ഡാറ്റയാണെന്നേ ഉള്ളൂ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് 2nd ചാപ്റ്ററിൽ ലാസ്റ്റ് പാർട്ട് അത് എഴുതുക. പിന്നെ ഇത് സെൻസസ് സർവേ സാമ്പിൾ സർവേയും തമ്മിലുള്ള വ്യത്യാസം ഷുവറായിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് എഴുതുക, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എഴുതുക.
സെൻസസ് സർവേയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ, സാമ്പിൾ സർവേയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ദോഷങ്ങൾ, അങ്ങനെ ഞങ്ങൾ പഠിച്ച് വെക്കേണ്ടത്. ഇതേ ക്വസ്റ്റൻ ആയിരിക്കില്ല വരുന്നത്. ചിലപ്പോൾ അടുത്ത എക്സാമിന് സെൻസസ് സർവേയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ചോദിച്ചേക്കാം, അല്ലെങ്കിൽ സെൻസസ് ആൻഡ് സാമ്പിൾ സർവേയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ചോദിച്ചേക്കാം. അപ്പോൾ അത് ഇവിടെ ഇന്ന് വേറെ തരത്തിലാണ് ചോദിച്ചത്. പക്ഷേ ആ ഏരിയ നിങ്ങൾ പഠിച്ചു വെക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ 26ാമത്തെ ക്വസ്റ്റ്യൻ, ഹിസ്റ്റോഗ്രാമിൻ്റെ സഹായത്തോടെ ആവൃത്തി ബഹുഭുജം ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുക. അപ്പോൾ ആദ്യം ഹിസ്റ്റോഗ്രാം വരയ്ക്കുക. കണ്ടിന്യൂസ് ആയിട്ടാണ് എക്സ് ആക്സിസിൽ 0 to 60 വരെ മാർക്ക് ചെയ്യുക. 0 to 10 വരെ 10 ഹൈറ്റിൽ വരയ്ക്കുക. അതിനെ മുട്ടിയിട്ട് തന്നെ 20 വരെ 18 ഹൈറ്റിൽ വരയ്ക്കുക. 30 വരെ 22 ഹൈറ്റിൽ ചേർത്ത് വരയ്ക്കുക. അതായത് ബാറുകൾ ചേർത്ത് വരയ്ക്കുമ്പോൾ അത് എന്തായി, നമ്മുടെ ഹിസ്റ്റോഗ്രാമായി മുട്ടിയിട്ടാണ് വരയ്ക്കുക. ഗ്യാപ്പ് ഉണ്ടാവില്ല. പിന്നെ ഇവിടെ ഈ ക്ലാസ് ഇൻ്റർവൽ ഈക്വൽ ആയതുകൊണ്ട് എല്ലാ ബാറും ഒരേ വീതി ആയിരിക്കണം. നീളത്തിൽ മാത്രമാണ് ഇവിടെ വ്യത്യാസം ഉണ്ടാവുക, കാരണം ക്ലാസ് ഇൻ്റർവൽ സെയിം ആണ്. ഇനി 27ാമത്, അപ്പോൾ മോഡ്, ഇതിലൂടെ ഏറ്റവും ഹിസ്റ്റോഗ്രാമിലൂടെ നമുക്ക് മോഡ് മാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഹിസ്റ്റോഗ്രാം വരയ്ക്കുന്നത് അപ്പോൾ പഠിച്ചു വെക്കുക. ഹിസ്റ്റോഗ്രാം മാത്രമല്ല, നമ്മൾ ഇവിടെ ഗ്രാഫ് പ്രധാനമായിട്ട് നോക്കേണ്ടത് ഹിസ്റ്റോഗ്രാമും ഒജീവും പിന്നെ പൈ ഡയഗ്രാം. നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രാം നമുക്കറിയാം. പൈ ഡയഗ്രാം, ഒജീവ്, പിന്നെ ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാമിൽ നിന്ന് മോഡ് മാർക്ക് ചെയ്യാം, ഒജീവിൽ നിന്ന് മീഡിയൻ മാർക്ക് ചെയ്യാം. അതുപോലെ ഹിസ്റ്റോഗ്രാമിൻ്റെ മിഡ് പോയിൻറ്റുകൾ കണക്ട് ചെയ്താൽ നമുക്ക് ഫ്രീക്വൻസി പോളിഗൺ കിട്ടും. സ്കെയിൽ വെച്ച് വരക്കണം. സ്കെയിൽ വെച്ച് വരക്കാണ്ട് കൈകൊണ്ട് വരച്ചാൽ ഫ്രീക്വൻസി കേവ്. ഫ്രീ ഹാൻഡ് ഡ്രോ ആണെങ്കിൽ, അതായത് ഹിസ്റ്റോഗ്രാമിൻ്റെ മിഡ് പോയിൻറ്റുകൾ തമ്മിൽ ചേർത്തിട്ട് ഫ്രീ ഹാൻഡായി വരച്ചാൽ ഫ്രീക്വൻസി കേവ് കിട്ടും. അതുപോലെ സ്കെയിൽ വെച്ചിട്ട് കണക്ട് ചെയ്താൽ പോളിഗണും കിട്ടും. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരക്കാൻ പഠിക്കുക. ആ ഡയഗ്രത്തിൻ്റെ ഈ ചാപ്റ്റർ നന്നായി നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഹൗ ഡസ് പ്രൈമറി ഡാറ്റ ഡിഫർ ഫ്രം സെക്കൻഡറി ഡാറ്റ, ലിസ്റ്റ് ദ ഡിഫറെൻറ്റ് മോഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ കളക്ഷൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതുക. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ കൃത്യമായി പഠിച്ചു വെക്കുക. ഡിഫറൻസസ് എഴുതുക. സെക്കൻഡറി ഡാറ്റ കളക്ഷൻ്റെ, പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ കളക്ഷൻ്റെ മെത്തേഡുകൾ നമുക്ക് പല വിധത്തിൽ ഡാറ്റ കളക്ട് ചെയ്യാം, പല ഏജൻസിയിൽ നിന്നും കളക്ട് ചെയ്യാം. പ്രൈമറി ഡാറ്റയുടെ വ്യത്യസ്ത മോഡ് നമുക്കറിയാം. ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ, ടെലിഫോണിക് ഇൻ്റർവ്യൂ, മെയിൽഡ് ക്വസ്റ്റനെയർ ഒക്കെ അറിയാം. അതൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ സ്ട്രാറ്റജീസ് ഓഫ് സുസ്ഥിര വികസനത്തിലെ തന്ത്രങ്ങൾ, ഇത് ചിലപ്പോൾ SC ആയിട്ടായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. ഇവിടെ 5 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ചിലപ്പോൾ മിക്കവാറും എക്സാമിന് സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഇന്ത്യൻ ഇക്കോണമി എൻവയോൺമെൻറ്റ് 9ാമത്തെ ചാപ്റ്ററിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 28ാമത്തെ ക്വസ്റ്റ്യനാണത്. യൂസ് ഓഫ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി, പാരമ്പര്യേതര ഊർജ്ജ ഉറവിടങ്ങൾ ഉപയോഗിക്കുക. LPG ആൻഡ് ഗോബർ ഗ്യാസ് ഇൻ റൂറൽ ഏരിയ, CNG ഇൻ അർബൻ ഏരിയ, സോളാർ എനർജി ഉപയോഗിക്കുക. പിന്നെ അതുപോലെ തന്നെ വിൻഡ് എനർജി ഉപയോഗിക്കുക. ട്രഡീഷണൽ നോളജ് ആൻഡ് പ്രാക്ടീസസ് നമ്മുടെ ഭാഗമാക്കുക. പിന്നെ ഏതൊക്കെയാണ്, ജൈവ കൃഷി ഫോളോ ചെയ്യുക. ഇതൊക്കെ നമ്മൾ ഓർത്ത് വെക്കുക. സുസ്ഥിര വികസനത്തിൻ്റെ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഷുവർ ക്വസ്റ്റൻ ആണ്. ഐദർ 5 മാർക്സ് ഓർ 8 മാർക്സ്. 100% ഷുവർ ക്വസ്റ്റൻ ആണത്. പിന്നെ ആഗോളവൽക്കരണത്തെക്കുറിച്ചൊരു ലഘു വിവരണം. റൈറ്റ് ഷോൺ ഗ്ലോബലൈസേഷൻ, ഔട്ട്സോഴ്സിങ്. ഗ്ലോബലൈസേഷനും ഔട്ട്സോഴ്സിങ്ങും എന്താണെന്ന് വിശദമാക്കുക അല്ലേ. 29ാമത്തെ ക്വസ്റ്റൻ ആണിത്. ദ ഔട്ട്കം ഓഫ് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ, അതായത് ലിബറലൈസേഷൻ്റെ, ഉദാരവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും അനന്തരഫലമാണ് ആഗോളവൽക്കരണം. ഇൻ്റഗ്രേറ്റ് അവർ ഇക്കോണമി വിത്ത് വേൾഡ്, അതായത് ലോക കമ്പോളവുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ, യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുകൊണ്ട് സാധിച്ചു. പിന്നെ എന്താണ് ഔട്ട്സോഴ്സിംഗ് എന്ന് എഴുതും. ഔട്ട്സോഴ്സിംഗ് പുറം വാങ്ങൽ എന്നാണ്. ഇന്ത്യയെ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ നിന്നും ഡെവലപ്ഡ് കൺട്രീസ് ഒത്തിരി ക്വാളിഫൈഡായ എംപ്ലോയീസിന്, സ്കിൽ ലേബേഴ്സിന് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ, അക്കൗണ്ടിങ്, ആനിമേഷൻ, ഇങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായി പഠിച്ച്, ഔട്ട്സോഴ്സിംഗ് എന്താണ്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണ്, അതുപോലെ ഗ്ലോബലൈസേഷൻ എന്താണ്. ഷുവർ ക്വസ്റ്റൻ ആണ് കേട്ടോ. അതായത് ഇന്ത്യൻ ഇക്കോണമി 3ാമത്തെ ന്യൂ ഇക്കണോ പോളിസി ഒരു 8-10 മാർക്കിൻ്റെ ക്വസ്റ്റൻ അവിടെ നിന്ന് വരും. ചിലപ്പോൾ ലിബറലൈസേഷൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ആയിരിക്കാം. ഉദാരവൽക്കരണം, പിന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ, ഫിനാൻഷ്യൽ സെക്ടർ, ടാക്സ് സെക്ടർ, ഫോറിൻ എക്സ്ചേഞ്ച്, അതായിരിക്കാം ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഗ്ലോബലൈസേഷൻ ആവാം, അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ ആവാം. അടുത്തത് കമ്പയർ ഇൻക്ലൂസീവ് മെത്തേഡ് ആൻഡ് എക്സ്ക്ലൂസീവ് മെത്തേഡ്. പിന്നെ ഓരോന്നിനും ഉദാഹരണം. ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് അറിയില്ലേ? ഒരു ഉദാഹരണം ഓർത്ത് നോക്കുക. ഇൻക്ലൂസീവ് സിമ്പിൾ എക്സാമ്പിൾ എന്താ? നമ്മൾ 0 to 9, 10 to 19, 20 to 29 എന്നുള്ള എക്സാമ്പിൾ ഓർക്കുക. പിന്നെ എക്സ്ക്ലൂസീവ് ആകുമ്പോൾ സ്ഥിരം നമ്മൾ ഉപയോഗിക്കുന്ന 0 to 10, 10 to 20, 20 to 30 എന്നുള്ള ഉദാഹരണം ഉപയോഗിക്കാം. ഉദാഹരണം അവിടെ എഴുതുക, എക്സാമ്പിൾ അവിടെ എഴുതുക, അത് നോക്കി എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്ക്ലൂസീവ് ആകുമ്പോൾ ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് സെയിം വാല്യൂ ആയിരിക്കും. ഇൻക്ലൂസീവ് ആകുമ്പോൾ ആയിരിക്കില്ല.
അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി സ്പെസിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ ഇത് എഴുതി വെക്കുക. ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവായി കൺവേർട്ട് ചെയ്യാൻ ചോദിച്ചേക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഇവിടെ ചാനലിൽ മുന്നേ ഇട്ട് വെച്ചിട്ടുണ്ട്, മുൻ വർഷങ്ങൾ. അതൊക്കെ ഐ കാർഡിൽ കൊടുക്കാം, ആവശ്യമുള്ളവരെടുത്ത് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ എസ് എ ക്വസ്റ്റ്യനാണ് ലാസ്റ്റ് പാർട്ടിൽ വരുന്നത്. എസ് എ ക്വസ്റ്റ്യൻ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ദ കോസസ് ഓഫ് പോവർട്ടി. അതായത് ഇന്ത്യൻ ഇക്കോണമി 4ാമത്തെ ചോദ്യം പോവർട്ടി എന്താണ്, പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം. ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്, ഒന്നിക്കിൽ എസ് എ അല്ലെങ്കിൽ 5 മാർക്ക്. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്ന റൈറ്റ് ഷോർട്ട് നോട്ട് ഓഫ് പ്രോസസ് ഓഫ് പോവർട്ടി എലിവേഷൻ ഇൻ കേരളത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പദ്ധതികളെ, നിർമ്മാർജ്ജനത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിർമ്മാർജ്ജന പദ്ധതികളെക്കുറിച്ച് എഴുതുക. അത് നമ്മൾ പഠിച്ചതെല്ലാം എഴുതിയാലും മതി. അതിൽ അധികമായി അറിയുന്ന കേരളത്തിലെ പ്രോഗ്രാംസ് നിങ്ങൾക്ക് എഴുതാം. പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ് എന്തൊക്കെയാണെന്ന് എഴുതി വെച്ചാൽ മതി. അതെല്ലാം കേരളത്തിലും നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ മീൻ മീഡിയം മോഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 100% ഉറപ്പ് 8 മാർക്കിനൊരു ചോദ്യമാണ്. കാൽക്കുലേറ്റ് മീൻ മീഡിയം മോഡ്. അതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അത് ഐ കാർഡിൽ കൊടുക്കാം, നിങ്ങൾ നോക്കിക്കോളൂ. 100% ഷുവർ 8 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്? ഇന്ത്യൻ ഇക്കോണമി 6ാമത്തെ ചാപ്റ്റർ നല്ല വെയിറ്റേജ് ഉള്ളതാണ്. കാർഷിക വിപണനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിപണനം എന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി പ്രൊഡ്യൂസ് ചെയ്യുക, കളക്ട് ചെയ്യുക, അതിനെ ഓർഗനൈസ് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, മാർക്കറ്റ് എല്ലാം വരുന്നതാണ് ഈ വിപണനം എന്ന് വെച്ചാൽ. പ്രോസസ്സിങ്ങും എല്ലാം, കാറ്റഗറൈസേഷനും ക്ലാസിഫിക്കേഷനും എല്ലാം കൂടി വരുന്നതാണ്. അതൊക്കെ ചേർത്ത് എഴുതുക. പിന്നെ ഡിസ്കസ് ദ മെഷേഴ്സ് ഇനീഷ്യേറ്റീവ് ഇംപ്രൂവ് ദ റൂറൽ മാർക്കറ്റ് സിസ്റ്റം. ഗ്രാമീണ വിപണി സമ്പ്രദായം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആരംഭിച്ച നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുക. ബദൽ വിപണന മാർഗ്ഗങ്ങൾ. ബദൽ വിപണന അപ്പനി മണ്ടി, ഹദാസ്പർ മണ്ടി, ഉഴവശാന്തിയൊക്കെ അറിയില്ലേ, തമിഴ്നാട്. അതുപോലെ തന്നെ റൈതു ബസാർ, ആന്ധ്രാപ്രദേശ് ഒക്കെ അറിയില്ലേ. കേരളത്തിൽ ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്, കേരള കർഷക വിപണന കേന്ദ്രം. ബദൽ വിപണന മാർഗ്ഗങ്ങൾക്ക് കേരളത്തിലുള്ളതാണ് കേരള കർഷക വിപണന കേന്ദ്രം. ഓക്കെ, അപ്പോൾ ഇത് ഇന്ത്യൻ ഇക്കോണമി 6ാമത്തെ ചാപ്റ്ററിൽ വരുന്നതാണ്. 6ാമത്തെ ചാപ്റ്റർ ക്രെഡിറ്റ് ആൻഡ് മാർക്കറ്റിംഗ്. ചിലപ്പോൾ ചോദിച്ചേക്കാം ക്രെഡിറ്റ് ഫെസിലിറ്റീസാണ്. ഗ്രാമീണ മേഖലയുടെ വികസനത്തിന് വേണ്ടി അല്ലെങ്കിൽ കാർഷിക വളർച്ചാ വികസനത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കിയിരിക്കുന്ന റൂറൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഏതൊക്കെയാണ് എന്നായിരിക്കാം. അതുകൊണ്ട് നമ്മുടെ എന്തൊക്കെയാണ്, നബാർഡ്, കമേഴ്ഷ്യൽ ബാങ്ക്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഇങ്ങനെയുള്ള ബാങ്ക് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, പിന്നെയോ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, കുടുംബശ്രീ, ഇതൊക്കെ മിനി ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ 6ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ ഇക്കോണമി ഇന്ത്യൻ ഇക്കോണമി ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് 3, 4, 6, 9. ഏറ്റവും ഹൈലി വെയിറ്റേജ് ഉള്ളതാണ് 3, 4 എസ് എ പ്രതീക്ഷിക്കുക. അതുപോലെ 6, 9 ഈ ചാപ്റ്ററുകളൊക്കെ കൃത്യമായി, അതായത് റൂറൽ ഡെവലപ്മെൻറ്റ്, എൻവയോൺമെൻറ്റ് 6, 9, ന്യൂ ഇക്കണോമി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ 3, പോവർട്ടി 4. ഇതൊക്കെ എസ് എ ചാപ്റ്ററാണ്. ഇതിന് വേറൊരു ചാപ്റ്ററൊന്നും എസ് എ വരില്ല. സ്റ്റാർട്ടിങ്ങിലെ എസ് എ ഷുവർ ഏതാണ്, മീൻ മീഡിയൻ മോഡ്. ചിലപ്പോൾ ഒജീവ് ചോദിച്ചേക്കാം കേട്ടോ. ഒജീവ് വരച്ചിട്ട് മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാം. അപ്പോൾ ഒജീവ് വരക്കുമ്പോൾ നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കൂട്ടി എഴുതുക. മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ടോട്ടൽ ഫ്രീക്വൻസി ചെയ്തിട്ട് കുറച്ച് എഴുതുക. പിന്നെ നമ്മൾ അപ്പർ ക്ലാസ് ലിമിറ്റ് എഴുതുക, ലോവർ ക്ലാസ് ലിമിറ്റ് എഴുതുക, വരക്കുക, മീഡിയൻ ലൊക്കേറ്റ് ചെയ്യുക. ഓരോന്നിനും മാർക്കുണ്ട്. അപ്പോൾ ഒജീവ് എങ്ങനെ വരക്കാം, മീൻ മീഡിയം മോഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇത്രയും കാര്യമാണ് പ്രധാനപ്പെട്ട എസ് എ. നമുക്ക് എവിടുന്ന് പ്രതീക്ഷിക്കാവുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ സെൻസസ് ആൻഡ് സാമ്പിൾ സർവേ എന്താണ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഒക്കെ വന്നേക്കാം കേട്ടോ. മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ, ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ, ടെലിഫോണിക്കിന് മെയിൽഡ് ക്വസ്റ്റ്യർ, അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അങ്ങനെയൊക്കെ വന്നേക്കാം. പക്ഷേ ഏറ്റവും സാധ്യതയുള്ളതാണ് നമ്മൾ പറയുന്നത്. നമുക്ക് പറയാനേ പറ്റുള്ളൂ, നാളെ വന്നാലേ ബാക്കി എന്താണെന്ന് അറിയുള്ളൂ. എന്തായാലും മീൻ മീഡിയം മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനും ഒജീവ് വരക്കാനും പഠിച്ചിട്ടേ നിങ്ങൾ എക്സാം ഹോളിൽ പോകാവൂ. അതുപോലെ ഇന്ത്യൻ ഇക്കോണമിയിൽ പോവർട്ടിയുടെ കാരണങ്ങൾ, പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസ്, അതുപോലെ ലിബറലൈസേഷൻ, ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, സ്ട്രാറ്റജീസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, പിന്നെ റൂറൽ ഡെവലപ്മെൻറ്റ് ബന്ധപ്പെട്ട ചാപ്റ്റർ ക്രെഡിറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഇൻ റൂറൽ ഏരിയാസ്, അതൊക്കെ പഠിച്ചിട്ടേ പോകാവൂ. ഇന്ത്യൻ ഇക്കോണമി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഫസ്റ്റ് ഇയർ എക്കണോമിക്സ് വെരി സിമ്പിൾ. നമ്മൾ ഇത്തിരി ശ്രമിച്ചാൽ നമുക്ക് ഹൈ മാർക്ക് സ്കോർ ചെയ്യാം. മിനിമം ഡബിൾ പാസ്. ഞാൻ ഈ ഇത്രയും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഡബിൾ പാസ് മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ നാളെ എക്സാം കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിരിക്കട്ടെ, മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.